ഇപ്പോ ഈ അലോഷ്യസ് ആരെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്റെ ജീവചരിത്രത്തിൽ പരാജയത്തിന്റെ അധ്യായങ്ങളേ ഇല്ല. ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ച വിവാഹ വസ്ത്രങ്ങളാണ്. ഈ മന്ത്രകോടി ശവക്കോടിയാക്കി മാറ്റുമെന്നല്ലേ നീ ഭീഷണി മുഴക്കിയത്? തുറക്കട്ടെ. രണ്ടിലൊന്ന് ഇപ്പോഴിവിടെ വെച്ചറിയണം. ഒന്നുകിൽ ഈ വിവാഹാസ്ത്രം അണിഞ്ഞ് സുസ്മേരവദനിയായി നീ എന്നോടൊപ്പം ശയിക്കണം. ഇല്ലെങ്കിൽ നിന്നെ കൊന്ന് ആ ശവശരീരത്തിൽ ഈ കോടി ഞാൻ അണിയിക്കും. രണ്ടിലൊന്ന് വേഗം വേണം. ഏതായാലും ഒരേ വികാരത്തോടെ ഞാൻ സ്വീകരിക്കും. പിന്നൊരു കാര്യം, ഈ മുറി എന്റെ സാമ്രാജ്യമാണ്. ഇതിനകത്തു നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലെന്നറിയാമല്ലോ. ആത്മഹത്യ ചെയ്യാൻ പോലും നിനക്ക് പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. നിവേദനം കേൾക്കാൻ ഞാനൊരു ഭരണാധികാരിയോ പട്ടാള തലവനോ അല്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ മറ്റൊരാളിന്റെ കാമുകയാണ്. മണ്ണിന്റെയും പെണ്ണിന്റെയും കഴിഞ്ഞ കാല കഥകൾ അന്വേഷിക്കുന്നത് മൗഢ്യമാണ്. കൈവശക്കാരന്റെ സാമർഥ്യം പോലെ നന്നാക്കുകയും നാശമാക്കുകയും ചെയ്യാം. അങ്ങയുടെ ചെറുമകളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. നീ ബുദ്ധിമതിയാണ്. ആ ഓലപ്പാമ്പ് കാട്ടി എന്നെ ഒതുക്കാൻ ശ്രമിക്കരുതേ. ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭാര്യയെ ബലാത്സംഗം ചെയ്യുക അതൊരു രസമുള്ള അനുഭൂതിയാണ്.
നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയിരിക്കുന്നു. കൊണ്ടുപോ. സൂക്ഷിക്കേ. കുറച്ച് വെള്ളം എടുത്തേ. നീ ഏതാ? എങ്ങനെ ഈ നടുക്കടലിൽ ഒന്ന് വീണു? നിനക്ക് എന്തു പറ്റി? എന്നെ രക്ഷിച്ചതിന് ഞാൻ ഒരു ഉപകാരം ചെയ്യാം. ഉപകാരമോ? എന്താ അത്? അതാ അവിടെ ആ അഴിമുഖത്ത് കടലിനടിയിൽ ഒരു കെട്ട് സ്വർണ്ണക്കെട്ട് കിടപ്പുണ്ട്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതെടുത്ത് പകുതി നിങ്ങൾ എടുത്തോളി. എന്നാ പുറപ്പെടാം. എടാ, ബോഡി തിരിച്ചുവിട്. തന്തയുടെ മൂക്കും കണ്ണും എല്ലാം ഉണ്ട്. കരയാതെ അവന്റെ ആ കള്ളനോട്ടം കണ്ടില്ലേ? സൂസൻ എവിടെ? അപ്പുറത്തുണ്ട്. ആ, ഒന്ന് വിളിക്കും. എന്റെ മാ, എന്റെ മാ. വീടൊക്കെ ചെറുതാ, സ്ഥല സൗകര്യവും കുറവാ. നമുക്ക് നല്ലൊരു പുതിയ വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറിയാലോ? വരട്ടെ, സാവകാശം ആലോചിക്കാം. മോളെ വന്ദന, ആ ചായ എവിടെ? ഇത് എന്റെ മോളാ വന്ദന. നമസ്കാരം. മോളെ, ഇത് സൈമൻ. കടലിൽ നിന്ന് കിട്ടിയ നിത്യ. അങ്ങനൊന്നുമില്ല. എന്റെ ജീവൻ രക്ഷിച്ചത് വാസുവേട്ടനാണ്. സൈമൻ, ഉള്ള സൗകര്യത്തിൽ തൽക്കാലം ഇവിടെ താമസിക്കാം. സൗകര്യത്തിന്റെ അല്ല പ്രശ്നം. എനിക്കൊന്ന് വീട്ടിൽ പോകണം, സഹോദരി ഒന്ന് കാണണം. ഉടനെ ശത്രുക്കളുടെ മുമ്പ് ചെന്ന് ചാടിക്കൊടുക്കരുത്. ഇന്ന് നീ പഴയതുപോലെ ഒന്നുമില്ലാത്തവനല്ല. ഏതായാലും എനിക്കൊന്ന് പോയേ പറ്റും. ഇല്ല, അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് വീഴാൻ ഞാൻ സമ്മതിക്കില്ല.
എല്ലാം നമുക്ക് ആലോചിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങാം. എനിക്ക് എന്റെ സൂസനെ കാണണം. നീ ഇവിടെ ഇരുന്നാ മതി. എല്ലാം ഞാൻ പോയി അന്വേഷിച്ച് വിശദമായി വന്ന് പറയാം. എന്നിട്ട് വേണ്ടേ ചെയ്യാം. ആലോചിക്കാനൊന്നുമില്ല, അത് മതി. ആ, സൈമനെ കൊന്ന് കടൽ തള്ളിയെന്നല്ലേ നീയൊക്കെ വീമ്പിളക്കിക്കൊണ്ട് നടന്നത്? ഒരു കൈപ്പിഴ പറ്റിയാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവനായിരിക്കും. അല്ല ദാദത്ത് സംഘുണ്ട് ഈ വേഷത്തിന്. വേഷമെങ്കിലും ഇരിക്കട്ടെ ആശാനെ. കാറോട്ടെ? കാറ് ഷെഡിലുണ്ട്. ഇനി കാൽനടയെ രക്ഷയുള്ളൂ. എന്ത് പറ്റി? മുതലാളി എന്നെ പിരിച്ചുവിട്ട് അയാളുടെ പുത്തൻ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്നെ തട്ടുവന്ന്. അയാൾ ക്ലച്ച് ഓഫ് ചെയ്ത് ഗിയർ ഇട്ട് കളഞ്ഞ്. അയാളെ ബുദ്ധിയുള്ളവനാ, നീ വിചാരിച്ചോളൊന്നല്ല. അയാളെ കെട്ടിയോളി നീ തട്ടു. നീയാല മോൻ. കഷ്ടം, അയാളുടെ മോടെ പ്രായമുള്ള ആ പെണ്ണിന്. അയാൾക്കിപ്പോ എല്ലാരെയും സംശയം. നീ ചുളൂല് അവിടെ വല്ല വേലി ഇറക്കിയോ? കുഞ്ഞാലിക്ക സത്യമായിട്ട് ഞാൻ ഇതുവരെ അവരുടെ മുഖം പോലും ശരിക്കും കണ്ടിട്ടില്ല. അവന്റെ മരണം മണിയടിക്കാറായി പോയി. സൈമൻ ചത്തിട്ടില്ലെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട്. കുഞ്ഞാലിക്ക, നമുക്ക് സൈമൺ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാലെന്താ? അവനെ കൊണ്ടുവന്നാ പിന്നെ ഒരു രസമാ. തങ്കുടി മോനെ, അവൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ എന്റെ കടയിൽ വരാതിരിക്കില്ല. ഒരു സേർട്ട് തരണം. ഇല്ല. എന്നാ ഒരു ബീഡി തരണം. പേടിയുണ്ട്, തരൂല. എനിക്ക് പോടാ. കടം വാങ്ങിച്ച് ഇവിടെ എഴുതി ഒരു അട്ടിയുണ്ട്. ഇനി ബീഡി ബീഡി ബീഡി. എന്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ സൈമൻ തൽക്കാലം അങ്ങോട്ട് പോണ്ട. ഇവിടെ ഇങ്ങനെ എത്ര കാലം ഒളിവിൽ കഴിയും? നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞാൽ ആ അലോഷ്യസ് മുതലാളി വീണ്ടും നിന്നെ കൊടുക്കാൻ ശ്രമിക്കും. അയാളെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി ഇന്ന് എനിക്കുണ്ട്. മോനെ, എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല. നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടുന്നുണ്ടായെന്ന് ആരെങ്കിലും അന്വേഷിക്കില്ലേ? ഞാൻ എന്ത് വേണമെന്നാ വാസുവേട്ടൻ പറയുന്നത്? നമുക്ക് തൽക്കാലം ഒരാൾമാറാട്ടം നടത്താം. ആളാരാണെന്ന് ആരും അറിയണ്ട. രസകരമായ പലതും കാണാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. ആദ്യം നമുക്ക് നല്ലൊരു വീട് വാങ്ങണം. എന്നിട്ട് ഞാൻ പറയും പോലെ അവിടെ കേട്ടാ മതി. അച്ഛാ, ഊണ് റെഡി. ആഹാ, എനിക്കും നമുക്ക് ഉണ്ടിട്ടിറങ്ങാം. എന്തിനാ കുഞ്ഞ് കഴിയുന്നത്? അവന് പാല് കൊടുത്തില്ലേ? അതിന് വിശക്കുന്നുണ്ടാവും. മുലപ്പാലല്ല, കുപ്പിപ്പാലാ കൊടുത്തത്. കുഞ്ഞിനെ കുറിച്ച് ഒരു ശ്രദ്ധയില്ല. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കഴിഞ്ഞ മുഖം മേലാൽ ഞാൻ കാണരുത്. ചെല്ലേ.